അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂമറിക്കൽ റിലേസ് ആണ്. അപ്പോൾ കുറേ നമ്മളിപ്പോൾ ഇത്ര നേരം പഠിച്ചു എന്തൊക്കെയായിരുന്നു? സ്റ്റാറ്റിക് റിലേ പഠിച്ചു, ഇലക്ട്രോ മാഗ്നറ്റിക് റിലേസ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിന് ശേഷം വന്ന റിലേസ് ആണ് ന്യൂമറിക് റിലേ, ആർ ഇൻവോൾവ് ഫോർ ദി ഫോം ഓഫ് സ്റ്റാറ്റിക് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ചും നമ്മുടെ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റിയും സ്ട്രെങ്ത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. റിലയബിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യകത നമ്മൾ വന്നു. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന എല്ലാ ഡിവൈസസിൻ്റെയും ഇലക്ട്രിക്കൽ സിഗ്നൽസിൻ്റെ വാല്യൂസ് നമ്മൾ നെറ്റ്വർക്കിൻ്റെ ആവശ്യം ഇപ്പോൾ പലയിടത്തും പല രീതിയിലുള്ള കൺട്രോളിങ്സ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഇപ്പോൾ ഒരു KCBയുടെ ഒരു ഉദ്യോഗസ്ഥൻ വീട്ടിൽ വരാതെ തന്നെ നമുക്ക് എനർജി മീറ്ററിൽ എത്ര റീഡിങ്സ് ഓടിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഏതൊക്കെ സൈഡിൽ ട്രിപ്പ് ആക്കിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡാറ്റാസ് എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് എല്ലാം കറസ്പോണ്ടിങ് ന്യൂമറിക്കൽ ഡാറ്റാസ് ആക്കിയിട്ട് ഒരു സിസ്റ്റത്തിൽ അപ്ലോഡ് ആകുകയും ആ അപ്ലോഡ് ചെയ്ത സിസ്റ്റം ലോജിക്കലി കാര്യങ്ങളെല്ലാം ആലോചിച്ച് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് തീരുമാനം എടുക്കുന്നു. ഇതിനാണ് നമ്മൾ ന്യൂമറിക്കൽ റിലേ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂമറിക്കൽ റിലേ എന്തൊക്കെ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജും, കറണ്ട് ആണെങ്കിൽ കറണ്ട് മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന റിലേസാണ് നമുക്ക് ഉള്ളത്. പക്ഷെ അതല്ല, അതിൻ്റെ ഫ്രീക്വൻസി വാല്യൂ, ഓൺ സെറ്റ് വാല്യൂ, ഓഫ് സെറ്റ് വാല്യൂ, പിന്നെ നമുക്ക് എന്തെങ്കിലും എറേഴ്സിലെ എന്തെങ്കിലും ലോഗുകൾ എപ്പോൾ നടന്ന്, ഏത് സമയത്ത് ഫാൾട്ട് നടന്നു, ഏത് കാരണങ്ങൾ കൊണ്ട് ഫാൾട്ട് നടന്നു തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ന്യൂമറിക്കൽ റിലേസിൽ ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പോൾ ഇതിനൊരു ഡയഗ്രാം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് കിട്ടുന്ന പല വാല്യൂസും CT/PT, വോൾട്ടേജ് മെഷർ ചെയ്യുന്നതും കറണ്ട് മെഷർ ചെയ്യുന്ന വാല്യൂസ് നമുക്ക് അനലോഗ് സിഗ്നലായിട്ട് കിട്ടുന്നു. എന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ വാല്യൂ ഫിൽട്ടർ ചെയ്തതിന് ശേഷം അതിന് ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് കുറേ വാല്യൂസിൻ്റെ ഒരെണ്ണത്തിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു മൾട്ടിപ്ലക്സർ ഉപയോഗിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ മൾട്ടിപ്ലക്സറിൽ കിട്ടിയ സാധനങ്ങൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലേക്ക് കൊടുത്ത് ഡാറ്റാസ് ആയിട്ട് നമ്മൾ മൈക്രോ പ്രൊസസ്സറിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് മൈക്രോ പ്രൊസസ്സറിനകത്ത് നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് കോഡിങ്സ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു. ഏത് ആവശ്യമുള്ള കോഡിങ്സ് പ്രകാരമുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ട്രിപ്പ് സിഗ്നൽ വഴി പവർ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. പവർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനറേറ്ററിൻ്റെ പ്രൊട്ടക്ഷൻ ആവാം, ട്രാൻസ്ഫോമറിൻ്റെ പ്രൊട്ടക്ഷൻ ആവാം, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പ്രൊട്ടക്ഷൻ ആവാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് റിലേ, ഡിഫറൻഷ്യൽ റിലേ തുടങ്ങിയുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓരോ സ്ഥലത്ത് ഈ മൈക്രോ പ്രൊസസ്സർ സാമ്പിളിംഗ് ആൻഡ് ഹോൾഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദി പ്രോസസ് ടു കൺവേർട്ട് ഫ്രം അനലോഗ് ടു ഡിജിറ്റൽ സിഗ്നലിനെയാണ്. അപ്പോൾ നമ്മൾ ഏത് ചാനൽ, ഏത് സംഭവങ്ങളെ കൺട്രോൾ ചെയ്യേണ്ട, അങ്ങനെയുള്ള തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു മൈക്രോ പ്രൊസസ്സറിലൂടെ കോഡ് ചെയ്ത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ളതിനാണ് നമ്മളൊരു ന്യൂമറിക്കൽ റിലേ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു.